പെരിന്തൽമണ്ണ RDO ഓഫീസിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ADM K ദേവസി ഗാന്ധി സ്മൃതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്മൃതിയിൽ പങ്കെടുത്തവർ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മലപ്പുറം ADM K ദേവകി ഗാന്ധി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സഹിഷ്ണുതയോടെ മറ്റുള്ളവരെ കാണുന്നതിനും അവരുടെ മുന്നിൽ നമ്മൾ അതുമാതിരി പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മഹാത്മാഗാന്ധി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായി തന്നെ നമുക്ക് നമ്മുടെ പുതിയ തലമുറകൾ അങ്ങനെ അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കാലം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും നമ്മൾ പറഞ്ഞാലും അതിൽ നിന്ന് എങ്ങനെ മാറ്റം വരുത്തണമെന്ന് നമ്മൾ പഴയ രീതിയിൽ നിന്ന് എത്രമാത്രം നമ്മൾ ചിന്തിച്ചാലും ആ പുതിയൊരു മാറ്റത്തിന് നമ്മൾ കഴിയാതെ വരുന്നൊരവസ്ഥയാണുള്ളത്. എന്നാൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതം ആ രീതിയിൽ അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകുന്നതിനും അതിനുള്ള ഒരു കരുത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. CV സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ഇത്തരത്തിലൊരു മഹൽ കർമ്മമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആ അനുസ്മരണം നമ്മളെ അടിമയാക്കിയ ബ്രിട്ടന് ചെയ്യാം, നമ്മളെ പുച്ഛിച്ച് തള്ളുന്ന അമേരിക്കയ്ക്ക് ചെയ്യാം, നമ്മളെ വിലയില്ലാത്ത അന്യരാഷ്ട്രങ്ങൾക്ക് ചെയ്യാം. ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ആവേശം എവിടെ കൊണ്ടുവയ്ക്കും, ആ അധിക്ഷേപം എവിടെ കൊണ്ടുവയ്ക്കും, ആ മഹാഭാവം എവിടെ കൊണ്ടുവയ്ക്കും? എന്തായാലും ഗാന്ധിയുടെ ഒരു പ്രതിമ, അതിൻ്റെ ഒരു ചിത്രം നമ്മളൊക്കെ പോക്കറ്റിൽ വരാവുന്ന രീതിയിൽ 2000 500 കുറച്ചാലും 1000 കുറച്ചാലും കോയിനാക്കിയില്ലല്ലോ. കോയിനാക്കിയ ബ്രിട്ടീഷുകാരുടെ തലയുണ്ടാവുക, ബ്രിട്ടൻ രാജാവിൻ്റെ തലയുണ്ടാവുക. അത് ഭാഗ്യത്തിനുണ്ടായില്ലല്ലോ. ആ ഗാന്ധിജിയുടെ പടവും അടുത്തന്നെ പോവുക. അപ്പോൾ തൊഴിൽ വകുപ്പിൻ്റെ ഗാന്ധിജിയുടെ പേര് മാറ്റി. ഞാനത് രാഷ്ട്രീയപരമായി കാണരുത്, അഭിപ്രായവും സങ്കടവും പറയാം. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് ആധുനിക യുഗത്തിൻ്റെ മാറ്റത്തിൻ്റെ ഫലമായി ചെയ്താലും ഇനി വരാൻ പോകുന്ന ഗാന്ധി വേണ്ട. എന്തിനാ ഗാന്ധി ഫോട്ടോയിൽ നമ്മളെ കറൻസിയിൽ എന്തിനാ ഗാന്ധി എന്നുള്ള ചിന്ത ഒരു 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേരളത്തിലും ഇന്ത്യയിലും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ആശങ്ക എനിക്കില്ല. അപ്പോൾ അതിനെതിരെ പൊരുത്തൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ജനറേഷനെങ്കിലും യുവജനറേഷൻ, നമ്മളിപ്പോഴത്തെ ജനറേഷനും യുവജനറേഷനും ഒരു ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടേ? അത് പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ ഹെഡ്ക്വാർട്ടേഴ്സാണ് RDO ഓഫീസ്. മുൻ ADM NM മെഹർ അലി, തഹസിൽദാർ A വേണുഗോപാൽ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിമൻസ് വിംഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചു S മണി, വിമ പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ പവിത്ര, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാഖി, എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇന്ദിര നായർ, പ്രസ് ഫോറം പ്രസിഡന്റ് സത്താർ ആനമങ്ങാട്, വില്ലേജ് ഓഫീസർ S ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് RDO ഓഫീസിന് മുന്നിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചത്. ഗാന്ധി പ്രതിമ പൊതുജനങ്ങൾക്ക് കാണുന്ന വിധം സൗകര്യമൊരുക്കണമെന്ന് ഗാന്ധി സ്മൃതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച CV സദാശിവൻ ആവശ്യപ്പെട്ടു. നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.